CPM-നെതിരെ വിമർശനവുമായി മുൻ മന്ത്രി ജി സുധാകരൻ രംഗത്ത്. മറ്റുള്ളവരെ അടിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയാൻ പാടില്ല. CPM-കാർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യരാകണം. മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്ത് ജയിക്കുന്ന മണ്ഡലങ്ങൾ കണ്ണൂരിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും വിമർശനമുണ്ട്. ആലപ്പുഴയിൽ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു സുധാകരന്റെ പരാമർശം. പാർട്ടിക്ക് വെളിയിലുള്ളവർ നമ്മൾ സ്വീകാരണം അസംബ്ലി നിങ്ങൾ എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്ത് ജയിക്കാൻ പറ്റും. അത് അപൂർവം മണ്ഡലം കണ്ണൂരിലാണ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ആലപ്പുഴയൊന്നുമില്ല. മറ്റുള്ളവരോട് ചെയ്യണം. അവരാണ് ഈ ഭൂരിപക്ഷം കയറി വരുന്നത്. അങ്ങനെയാണ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ വേണം. മറ്റുള്ളവർക്കൂടെ സ്വീകാര്യനാണ്. അഭിമാനം സ്വീകാര്യനായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് SPCS-ന് രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, വലിയ രീതിയിലുള്ള വിമർശനമാണ് മുൻ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാർക്കു തന്നെ തിരുത്ത്, മറ്റു പാർട്ടികളിലുള്ളവരും സ്വീകാര്യരാകണമെങ്കിൽ എന്താണ് അതിന്റെ മാനദണ്ഡമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം നവകേരള യാത്രയിലെ ഈ തല്ലും രക്ഷാപ്രവർത്തനവും ഒക്കെയായി കൂട്ടിച്ചേർത്ത് വായിക്കാമോ ഇദ്ദേഹത്തിന്റെ പരാമർശത്തെ? തൽക്കാലം നമുക്ക് ആ നവകേരള യാത്രയിലുണ്ടായ അടിയും മറ്റു ബഹളങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കാം. പാർട്ടി CPM ആണ്. അതുകൊണ്ട് തന്നെ ഒരു സുധാകരനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടത് അല്ല എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി തിരുത്തൽ പ്രസ്താവന ഇറക്കുകയും ചെയ്ത. എന്തായാലും കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ജി സുധാകരൻ ഇത്തരത്തിൽ പാർട്ടിയിലെ ചില അനാവശ്യ പ്രവണതകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ നിലവിലെ ചില നിലപാടുകളിലുള്ള എതിർപ്പ് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിലാണ് ജി സുധാകരനെ പ്രായപരിധി മാനദണ്ഡപ്രകാരം അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. ജി സുധാകരനെ മാത്രമല്ല അന്ന് പ്രായപരിധി നിർണയിച്ചതിനു ശേഷമുള്ള മുതിർന്ന പല നേതാക്കളെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെ ഒഴിവാക്കിയിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് സുധാകരന്റെ പ്രസ്താവനയെ പാർട്ടിക്ക് അല്ലെങ്കിൽ നിലവിൽ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ വിമർശനമായി ഈ ഘട്ടത്തിൽ നമുക്കതിനെ കാണാം. ശരി രഘു, എന്താണെങ്കിലും CPM-നെതിരെ വിമർശനം, വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് മന്ത്രി ജി സുധാകരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പരാമർശം കൂടിയാണ് മുൻ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. മറ്റുള്ളവരെ അടിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയാൻ പാടില്ല എന്നൊരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്.